നമ്മളിപ്പോൾ മണാലിയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മണാലിയിൽ എത്തിയ പാടെ തന്നെ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട ഇതേപോലെ ഇങ്ങനെ മൊത്തം കാണാം. ഉരുള് പൊട്ടിയിട്ട് വെള്ളം ഇത് പാറക്കല്ലും അതും ഇതൊക്കെ വന്ന് അടിഞ്ഞ് കിടക്കുന്ന ഒരു ഇത് വിഷ്വല് നമുക്ക് കറക്റ്റ് കാണാം. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഓ ഗായ്സ്, എന്റെ പൊന്നു മക്കളീ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. അയ്യോ രക്ഷയില്ല. ഹലോ ഗായ്സ്, സല്ലു ഡി സിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഡൽഹിയോട് വിട പറയുകയാണ് സുഹൃത്തുക്കളെ, ഡൽഹിയോട് വിട പറയുകയാണ്. ഇനി നേരെ നെക്സ്റ്റ് ഇന്ന് നൈറ്റ് ഇപ്പോൾ 10:10 മണാലിയിലോട്ട് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, വോൾവോ. അപ്പോൾ ഇന്ന് നൈറ്റ് മണാലിയിലോട്ടുള്ള യാത്രയിലായിരിക്കും. അങ്ങനെ ഡൽഹി മൊത്തത്തിൽ കറങ്ങി ഒരു ഏകദേശം 4-5 ദിവസം എടുത്തു തോന്നുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഒരു ബാഡ് ഡേ എന്ന് തോന്നിയത് ജസ്റ്റ് ഒരു 1 ഡേ മാത്രമായിരിക്കും. ആ ഒരു ദിവസം എനിക്ക് വല്ലാത്തൊരു എന്തോ ഒരു ബാഡ് ഫീൽ ചെയ്തു. പക്ഷെ ബാക്കിയുള്ള ദിവസമൊക്കെ ഡൽഹി അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാനിതാ ഇവിടുന്ന് നേരെ മണാലിയിലേക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട് കാശ്മീർ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ മെട്രോ സ്റ്റേഷനിലാണ് ഞാൻ ഉള്ളത്. അപ്പോൾ ഓക്കെ, ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് ബാഗ് ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോം 2 പോവാണ്. ഇപ്പോൾ ഞാൻ ഉള്ളത് സുഖദേവ് വിഹാർ മെട്രോ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇനി ഇവിടുന്ന് കൽക്കാജി പോയിട്ട് കൽക്കാജിയിൽ നിന്ന് മെട്രോ മാറി കയറിയിട്ട് കാശ്മീർ ഗേറ്റിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഇനി മെട്രോക്കുള്ള വെയിറ്റിങ്ങിലായിരിക്കും. അപ്പോൾ ഇനി കാശ്മീർ ഗേറ്റ് പോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് കാശ്മീർ ഗേറ്റിലെ ബസ് സ്റ്റാൻഡിലാണ്. 47 പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഇവിടെ നിന്നാണ് ഇനി മണാലിയിലോട്ടുള്ള ബസ് കയറാൻ പോകുന്നത്. ഇവിടെ 10 മണിയാകുമ്പോൾ എത്തുന്ന പറഞ്ഞാൽ ഇപ്പോൾ 9:57 10 മണിയാകുമ്പോഴേക്കും ഈ പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഈ ബസ് പോയിട്ട് അടുത്ത ബസ് വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇനി മണാലിയിലോട്ട് നാളെ രാവിലെ 9:30 ആകുമ്പോഴാണ് എത്തുക. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ രാവിലെ 9:30 ആകുമ്പോൾ മണാലി എത്തും. മണാലിയിലെ കാഴ്ചകളായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെ ബസ് വന്നിട്ടുണ്ട്. നമ്മളെ ബസ് ഇതാണ് ബസ് നമ്മളത്. അപ്പൊ നമ്മൾ ഈ ബസ്സിനകത്താണ് മണാലിയിലോട്ട് പോകുന്നത്. CH02AA8833. ഓക്കെ, ഈ ബസ്സിലായിരിക്കും നമ്മൾ മണാലിയിലോട്ട് പോകാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഇത് ബസ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാണുള്ള. ഞങ്ങള് ഇപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബസ് നിർത്തിയിട്ടാണുള്ള. വാഷ്റൂം പോകേണ്ടവർക്ക് വാഷ്റൂം പോവാ, ഫുഡ് കഴിക്കേണ്ടവർക്ക് ഫുഡ് കഴിക്കാം. ഇപ്പൊ മണാലിയിലുള്ള യാത്ര ഇപ്പൊ പകുതിയായി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ സമയം 12:45. രാവിലെ 9:30 ആകുമ്പോഴാണ് ഇത് ബസ് മണാലിയിൽ എത്തുക. നല്ല തണുപ്പുണ്ട്. വെല്ലുമ്മ തന്ന ഒരു ടവല് ഇതെടുത്ത് ഞാൻ ഇങ്ങനെ പൊതിഞ്ഞിട്ടാണുള്ള. ഇപ്പൊ ഇവിടെ തന്നെ നല്ല തണുപ്പാണ്, സഹിക്കാൻ പറ്റുന്നില്ല. മണാലിയിലെത്തുമ്പോ എന്താ അവസ്ഥ എന്നറിയില്ല. അയ്യോ രക്ഷയില്ല. ബസ് കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല, കാരണം വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. ബസ് അടിപൊളിയാട്ടാ. 700 രൂപയാണ് എനിക്ക് ബസ് ടിക്കറ്റിന് ആയത്, 700. അപ്പൊ ബസ് അടിപൊളിയാണ്. സീറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി. പിന്നെ പുഷ് ബാക്ക് ഉണ്ട്. വോൾവോ ഇത് കണ്ടില്ലേ, ബാക്കിലുള്ള പച്ച ബസ്സാണ് നമ്മൾ പോകുന്ന ബസ്. ഓക്കെ, അപ്പൊ ഇനി മണാലിയിൽ എത്തിയിട്ട് കാണാം. ഗൈസ്, അങ്ങനെ ഞാൻ മണാലിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന ബസ് എന്ന് പറയുന്നത് ആ ബസ്സാണ്, ഫ്ലിക്സ് ബസ്. അതായത് CH02AA8833. ആ ബസ്സിനകത്താണ് നമ്മൾ വന്നത്. നമ്മളിപ്പോൾ മണാലിയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മണാലിയിൽ എത്തിയ പാടെ തന്നെ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടേക്ക് നോക്കിയേ, മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. അവിടെ മൊത്തം മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിതായി ട്രക്കിംഗ് ആണ്. ഇനി മണാലിയിൽ എത്തിക്കഴിഞ്ഞാൽ മൊത്തം നമ്മൾ ട്രക്കിംഗ് ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ടെന്റും കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി മേടിച്ചതാണ്. അപ്പോ അപ്പോ ആ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞു മലനിരകളും, അതേപോലെ ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, മൊത്തം ഗ്രാമങ്ങൾ പോലത്തെ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി ഞാൻ റോഡ് മാർഗം വഴി ഇങ്ങനെ കുറച്ച് നടന്നിട്ട് ട്രക്ക് ചെയ്യാന്നുള്ള പ്ലാനിലാണല്ലോ ഉള്ളത്. അയ്യോ, ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വെള്ളത്തില് മുഖം ഒന്ന് കഴുകി മരവിച്ചു പോയി. മുഖം മരവിച്ചു പോയി എന്ന് പറഞ്ഞാൽ മരവിച്ചു പോയി. അതാ ഇനി ഇങ്ങനെ
നടത്തുമായിരിക്കും. നമുക്ക് കാണേണ്ട കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് മെല്ലെ യാത്രകൾ ഇങ്ങനെ തുടരാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. പിന്നെ അതേപോലെ ഈ വീഡിയോ കാണുന്നവർ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, ഈ കാണുന്നത് 2023 പ്രളയം വന്നതാണെന്നാണ് ഇവിടെയുള്ള ചങ്ങായി എന്നോട് പറഞ്ഞത്. നിതിൻ എന്ന് പറയുന്ന ഒരു ചങ്ങായിനെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇവിടെ 2023 പ്രളയം വന്ന സമയത്ത് ഒരുപാട് വീടുകളും അതേപോലെ ആൾക്കാർ മരണപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു സ്ഥലമാണിത്. അതേപോലെ അതിനുശേഷം പിന്നെ 2024 വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 2025 പിന്നെ ഇവിടെ ഒരു പ്രളയം വന്നു. ആ ഒരു സമയത്താണ് ഇത്രത്തോളം ഇവിടെ ഇത് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. അതായത് ഉരുള് പൊട്ടിയിട്ട് മൊത്തം അടിച്ചുകൊണ്ട് നിരത്തി അങ്ങ് പോയി. കുറെ ആൾക്കാരെ വീട് പോയി, കുറെ ആൾക്കാർ മരണപ്പെട്ടു. അങ്ങനെയൊക്കെ സംഭവിച്ച ഒരു സ്ഥലമാണ്. അതായത് മണാലി, കറക്റ്റ് മണാലി ബസ് സ്റ്റാൻഡിന്റെ ആ ഒരു സൈഡിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. നമുക്ക് വരുന്ന വഴിക്ക് മൊത്തം ഇതേപോലെ ഇങ്ങനെ കാണാം. ഇത് കണ്ട, ഇതേപോലെ ഇങ്ങനെ മൊത്തം കാണാം ഉരുള് പൊട്ടിയിട്ട് വെള്ളം, ഇത് പാറക്കല്ലും അതും ഇതൊക്കെ വന്ന് അടിഞ്ഞ് കിടക്കുന്ന ഒരു ഇത് വിഷ്വല് നമുക്ക് കറക്റ്റ് കാണാം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ മണാലി ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് ഉള്ളത്. ഇവിടുന്ന് ട്രക്കിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. ഇനി ഇപ്പോൾ ടെന്റ് അടിക്കാൻ പറ്റിയൊരു സ്ഥലം പോയി നോക്കണം. അതേപോലെ പിന്നെ എന്താ പറയാ, നമുക്ക് അത്യാവശ്യം നല്ലൊരു മനോഹരമായ ഒരു സ്ഥലവും ടെന്റ് അടിക്കാൻ പറ്റിയതും ഇച്ചിരി പ്രൈവസി കാര്യങ്ങൾ ആ ഒരു ലെവലിലുള്ള സെറ്റപ്പിലുള്ള ഒരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിനുള്ള ഒരു നടത്തത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ ഗൈസ്, ഇത് കണ്ടില്ലേ, ഉരുള് പൊട്ടിയിട്ട് റോഡെല്ലാം നഷ്ടപ്പെട്ടു. അതായത് ഈ റോഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വണ്ടിക്ക് അങ്ങോട്ടും പോകും, ഒരു വണ്ടിക്ക് ഇങ്ങോട്ടും വരാം. ആ ഒരു ലെവലിലാണ് ഇപ്പൊ റോഡ് ഉള്ളത്. പക്ഷെ ഇവിടെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 വരി പാതയായിരുന്നു. അതായത് ഈ പൊട്ടിക്കിടക്കുന്ന ഈ ഒരു സ്ഥലം കണ്ട, ഈ സ്ഥലത്തിന്റെ ഇവിടം വരെ ആയിട്ട് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 4 വരി പാതയായിരുന്നു. ഇപ്പൊ ഇത് ഉരുള് പൊട്ടിയിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് കണ്ട, ഇത് മൊത്തം കണ്ട, ഇതെല്ലാം അങ്ങനെ പോയതാ. ഇവിടുന്ന് എല്ലാം ഒലിച്ചിറങ്ങി. ലാസ്റ്റ് ഇപ്പൊ റോഡ് ഇതിപ്പോ റെഡിയാക്കിയതാണ്. ഇപ്പൊ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൈഡ് ഇതേപോലെ ഇങ്ങനെ കെട്ടിക്കെട്ടി വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ കെട്ടിക്കെട്ടി ഇങ്ങനെ സൈഡ് കെട്ടിക്കെട്ടി എടുത്തിട്ട് വരികയാണ് അവര്. അപ്പോ ഇതൊക്കെയാണ് മണാലി, ഇപ്പോഴത്തെ മണാലി. അപ്പൊ നമ്മളിന്ന് ഇങ്ങനെ ഗായ്സ്, ഞാൻ നടന്ന് ഇപ്പൊ ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററോളം ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്ന്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ബോർഡ് റോങ്താങ്ങിലേക്ക് 55 കിലോമീറ്റർ, ലേയിലോട്ട് 473. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, റോങ്താങ് പാസിലോട്ട് 55 കിലോമീറ്ററും ലേയിലോട്ട് 477 കിലോമീറ്ററും. നമുക്കിപ്പോ എവിടെ പോകണം, എന്ത് പോകണം, എങ്ങനെ പോകണം എന്നുള്ള യാതൊരു എന്താ പറയാ ഐഡിയ ഇല്ല. മെയിനായിട്ട് മഞ്ഞ് കാണുക അതൊന്നല്ല ഉദ്ദേശം. ജസ്റ്റ് ട്രക്ക് ചെയ്യുക, മലനിരകൾ കയറി ഇങ്ങനെ ഇറങ്ങുക, ഇതൊക്കെയാണ് മെയിൻ ലക്ഷ്യമുള്ളത്. തണുത്ത കാറ്റ് വായിൻ്റെ ഉള്ളിലേക്ക് അടിച്ചിട്ടില്ലേ, സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം മൊത്തം നല്ല അടിപൊളി, എന്താ പറയാ, ഒരു സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ, ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ മൊത്തം മരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇതാണ്. കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഉരുള് പൊട്ടിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ബാക്കിൽ ചെയർ ഇങ്ങനെ വെച്ചോണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ വേണ്ടിട്ട്. അപ്പൊ ഗായ്സ്, ഇവിടുന്ന് ഞാൻ ഒരു വ്യൂ കാണിച്ചുതരാം. മഞ്ഞമല ഇത് കണ്ടില്ലേ, ഇങ്ങനെ മഞ്ഞമല ഇങ്ങനെ കിടക്കുക. ഇതൊക്കെ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഇതിങ്ങനെ ഒരു വ്യൂ കിട്ടുമ്പോണ്ടല്ലോ നല്ല രസമുണ്ട് കാണാൻ. അതേപോലെ ഇവിടെ ഓക്കെ. അപ്പൊ നമ്മളിതാ ഇങ്ങനെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോ ആ പോകുന്ന ചെക്കനോട് ഞാൻ ചോദിച്ച്, പിന്നെ ഇവിടെ എന്തെങ്കിലും ടൂറിസ്റ്റ് പ്ലേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. അപ്പൊ എന്നോട് താഴെന്ന് വെച്ചാൽ എങ്ങനെ പറഞ്ഞാൽ, നീന്റെ ഇവിടെ വന്ന് കയറി കഴിഞ്ഞാല് മറ്റേ മാർക്കറ്റ് ഉണ്ട് എന്നൊക്കെ. ഇവിടെ എന്തോ തീയിടുക അങ്ങനെ എന്തോ അതാ ഇവിടെ തീയിടുന്നുണ്ട്. പ്ലാസ്റ്റിക് എന്തോ തീയിട്ടിട്ട്
ശ്വാസം എടുക്കുമ്പോ ആകെ സീനെ കൊരക്കുന്നു. പോകുന്നവരും വരുന്നവരും എല്ലാരും കൊറയാ. പിന്നെ അപ്പോ ഇവിടെ ഒരു മാർക്കറ്റ് കാര്യം ഉണ്ടെന്നാ പറഞ്ഞ. പിന്നെ ഇവിടെ ഒരു അമ്പലം ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞേ. അപ്പോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയോക്കാ. ഓക്കെ, കേറി ഇങ്ങ വരുമ്പം തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ കണ്ടില്ലേ? ഓ മക്കളെ, ഇതൊന്നും നാട്ടിലിരുന്നാ കിട്ടൂല കേട്ടാ. ഇത് നോക്കിയാ അപ്പൊ ഇതാ അതിന്റെ മുകളിൽ കയറി ഒന്നിങ്ങനെ മെല്ലെ നടന്നപ്പോ കാണുന്ന കാഴ്ച കേട്ടോ ഇത്. കണ്ടില്ലേ? ഇവിടെ നമ്മള് എന്താ പറയാ, ഒരു പാർക്ക് പോലെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട്. അപ്പോ ഇവിടെ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തിട്ട് നടക്കുക. അങ്ങനെ ഒന്നും നടക്കാൻ പറ്റുന്നില്ല. നമ്മളെ യാത്രകൾ ഇങ്ങനെ ആയിരിക്കും. കുറച്ച് നടക്കുക, കുറെ റെസ്റ്റ് എടുക്കുക, കുറച്ച് നടക്കുക, കുറെ റെസ്റ്റ് എടുക്കുക, പിന്നെ ടെന്റ് അടിക്കുക, സ്റ്റേ ചെയ്യുക. ഇങ്ങനെ ആയിരിക്കും നമ്മളെ യാത്രകള്. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ സൈഡായി, കാരണം കുറെ ദിവസത്തിന് ശേഷം ഇങ്ങനെ ഒരു ട്രക്ക് ചെയ്യുന്നത്. അപ്പോ ഇത്രയും ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് തൂക്കിയ സമയത്ത് ഈ ബാക്കിലെ ട്രക്കിംഗ് ബാഗ് വരുന്നത് 13 കിലോ, 13 പ്ലസ് ആൻഡ് ഈ ഫ്രണ്ടിലുള്ള ബാഗ് വരുന്നത് എത്രയാ, 5.5 6 അതിൻ്റെ ഉള്ളിലായിട്ടാണ് വന്നത്. അപ്പം 6 കൂട്ടിക്കോ, 6ഉം ബാക്കിലുള്ള ബാഗോ. ഇത്രയും KG തൂക്കിയിട്ട് ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ചിത്രനൊക്കെ ഇല്ലേ വ്ളോഗ് ചെയ്യുന്ന നമ്മുടെ ചിത്രൻ സുഹൃത്തുക്കളെ, അപ്പോ അവനെയൊക്കെ സമ്മതിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ മൊത്തം നല്ല അടിപൊളി ഒരു ആംബിയൻസ് സെറ്റപ്പ് ആട്ടാ. നല്ല പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് കണ്ടില്ലേ, മണാലി മോമോസ്, കോക്കനട്ട് കോസ്റ്റ് കഫേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമുണ്ട്. ഇതൊരു മാർക്കറ്റ് പോലെയാണ് സംഭവം. ഇവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം, എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. ഓക്കെ, അപ്പൊ ഗായ്സ്, മണാലിന്ന് ഇതാ ഞാൻ ഇവിടെ കുറെ സമയം നമ്മള് അവിടെയാണ് ഇരുന്നത്. അവിടുന്ന് ഇപ്പൊ ഇതാ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ടെന്റ് അടിക്കാനുള്ള ഒരു സ്ഥലം നോക്കണം. ഇത്രയും സമയം വെയിലുള്ളടത്ത് ഇങ്ങനെ ഇരിക്കലായിരുന്നു, ഇവിടുത്തെ തണുപ്പ് കാരണം. അപ്പോ ഇനി ഇവിടുന്ന് ഇങ്ങനെ മെല്ലെ നടന്ന് ഒരു ടെന്റൊക്കെ അടിക്കാൻ പറ്റിയൊരു സ്പോട്ട് നോക്കണം. അതേപോലെ സേഫ് ആണോന്നും കൂടി നോക്കണം. അപ്പൊ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോ ഇത് കണ്ട സ്റ്റിക്കൊക്കെ കണ്ട, നമ്മളെ സ്റ്റിക്കാണിത്, വാക്കിംഗ് സ്റ്റിക്ക്. കുറെ സമയം റെസ്റ്റ് എടുത്ത് ഇനി കുറച്ച് നടക്കണം. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നടക്കുക, കുറെ സമയം റെസ്റ്റ് എടുക്കുക. ഇതായിരിക്കും എന്റെ യാത്ര. കാണേണ്ട സ്ഥലങ്ങളൊക്കെ കാണുക, അങ്ങനെ മെല്ലെ മെല്ലെ അങ്ങ് പോവാ. ഓ ഗായ്സ്, എന്റെ പൊന്നു മക്കളെ, ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. അയ്യോ, രക്ഷയില്ല. ആ ഒരു വ്യൂ ഉണ്ടല്ലോ എന്റെ പൊന്നു മക്കളെ, സീൻ സാധനം കേട്ടാ. എന്റെ അള്ളിയാ, അയ്യോ, ഇമാതിരി ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നോക്കിയാ, യോ മോനെ, കിട്ടില്ല വ്യൂ ആട്ടാ. ശരിക്കും ഞാൻ കാണിച്ചു തരാം. സീൻ സാധനം നോക്കിയാ, അയ്യവാ, അടിപൊളി മക്കളെ. വീഡിയോയില് കണ്ട സംഭവമൊക്കെ എന്റെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. എന്റെ മക്കളെ, എന്താ പറയാ, സന്തോഷം കൊണ്ട് എന്താ പറയണ്ടേ, എന്താ ചെയ്യണ്ടേന്നൊന്നും അറിയുന്നില്ല. എന്റെ നേരെ മുന്നിൽ ഇങ്ങനെ മഞ്ഞ പർവ്വതങ്ങൾ ഇങ്ങനെ കിടക്കുക. അയ്യോ, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നോ അതിനുള്ള റിസൾട്ട് നമുക്ക് പടച്ചോൻ എന്തായാലും തരും. ഓക്കെ, അപ്പോ എന്റെ യാത്ര ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ഗൈസ്, അങ്ങനെ ഒരു ടീം ഇങ്ങനെ മല കയറുന്ന കണ്ട്. അപ്പോ പിന്നെ
അതാ അവരവിടെ മേലെ വെയിറ്റിംഗ് ആണ് എനിക്ക് വേണ്ടിട്ട്. ഞാൻ ഈ മല കയറാൻ വേണ്ടി പോവാണ്. അവിടെ അവര് വെയിറ്റിങ്ങിലുണ്ട്. അപ്പോ ഞാന് അവിടെ ടെന്റ് അടിക്കാൻ പറ്റുമോന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ് ആ ടെന്റൊക്കെ അടിക്കാൻ സീനൊന്നുമില്ല, ട്രക്കാണ് ഫുള്ള്, അടിപൊളിയാ, സീൻ സാമ്പാന്നൊക്കെയാന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക്, ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് കേറുകയാണ്. കുത്തനെയുള്ള കയറ്റാണ് ഗൈസ്. വീഴോ ഇല്ലയോന്നും അറിയില്ല, ഇറങ്ങുന്നുണ്ട് എന്തായാലും. അപ്പോ മേലോട്ട് പോയി നോക്കാം. ഇതാണ് മേലത്തെ അവസ്ഥ. എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അവരവിടെ വെയിറ്റിങ്ങിലുണ്ട്. പോയി ചോദിച്ചു നോക്കാം. ഓക്കെ, ഇതേണ്ട ഇങ്ങനെയുള്ള കയറ്റ, കുത്തനെയുള്ള കയറ്റ. അപ്പ എന്റെ പൊന്നെ, ഇങ്ങനെയുള്ള ട്രക്കിംഗ് ആയിരിക്കും ഞാൻ കൂടുതലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വേണ്ടില്ല, ഞാൻ ഇപ്പൊ ഇത്രയും നേരം നിന്നത് ആ ലോറിന് അവിടെയായിരുന്നു. ഇപ്പൊ ഇത്രയും ഞാൻ കേറി, ഇനിയും കേറാനുണ്ട്. ഹായ് ബ്രോ, इधर टेंट डालने के लिए जगह है? मैं केरला से। हाँ, मैं मनाली फुल देखने के लिए। अच्छा, ये ऊपर वशिष्ठ पे जाएगा। अच्छा प्लेस। हाँ, बढ़िया प्लेस। आप किधर से? हम मनाली से। मनाली, ठीक है. ഇങ്ങനെടാ അടിപൊളി സ്പോട്ടാട്ടാ. ഓക്കെ, ഇങ്ങനെ മേലോട്ട് കയറണം. വാ, നമുക്ക് മേലോട്ട് കയറി നോക്കാം. പാടാണ്, പോയാല് തീർന്നു കേട്ടാ. ഞാനാണെങ്കില് थोड़ा रेस्ट करेगा, ठीक है ठीक है. എന്റെ പോനോ, കുത്തനെയുള്ള കയറ്റാ. അടിപൊളി എക്സ്പീരിയൻസ് എന്തായാലും. നല്ല റെസ്റ്റ് എടുത്ത് കയറാ. നമ്മ താഴെന്ന് ഞാൻ വന്ന സ്ഥലം കാണിച്ചരാ. വേണ്ട, ഞാൻ താഴെ റോട്ടിൽ നിന്നാണ് കയറിയത്. ഇത്രയും കുത്തനെയുള്ള കയറ്റം കയറി ഞാൻ ഇത്രയും മല കയറാൻ വേണ്ടി കിടക്ക. അവൻ മേലെ ഇരുന്ന് എന്നെ നോക്കി ചിരിക്കുകയാണ് അവൻ. അപ്പൊ നമുക്ക് കേറാം. അയ്യോ, അപ്പൊ ഗൈസ്, ഇതേപോലെയുള്ള നല്ല ട്രക്കിംഗ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്തിട്ടോ. യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. अच्छा हाय ब्रो, वाओ सुपर. इधर टेंट डालने के लिए कुछ प्रॉब्लम नहीं है ना? नहीं, टेंट नहीं लगा। नहीं, टेंट नहीं लगा। टेंट नहीं है ना? ओ ठीक है. ഗൈസ്, അപ്പോ 3 പേര് അതിലോട്ട് പോയി. ഇനിയിപ്പോ ഉള്ളത് ഇവനാണ്. ഇവന് ഇത് കണ്ടില്ല, എന്റെ ബാഗൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു ബ്രോ ബാഗ് എന്റെ കയ്യിൽ തന്നെ. അങ്ങനെ അവന്റെ കയ്യിൽ കൊടുത്തിട്ടുള്ള നമ്മളിതാ ഇങ്ങനെ യാത്ര തുടങ്ങാണ്, ട്രക്ക് ചെയ്തിട്ട്. അപ്പോൾ അവിടെ ഒരു പട്ടിയുണ്ട്. പട്ടി വന്ന് സീനാക്കാണ്.
അപ്പോ डंडे फेंक दो भाई जी। अच्छा चाप को तो पिछड़ा में नहीं कैसे आप बढ़िया भाई जी। ये क्या लगाई के साथ वो आरो लग गई है वो तरह तैसी है। मेरे दम के साथ तो था मैं उस दिन तक हाँ लगी डंडा फेंक दो। अच्छा तब हाँ। नहीं यार डंडा आपने नहीं रखा ना नहीं भाई जी ये नहीं कि डंडा लेके आएगा ना और काटेगा। तो बता दे അവിതാ മണാലിയിലെ വില്ലേജിലോട്ട് ഇങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ മലകൾ നോക്കിയേ, ഇതിൻ്റെ മേലെ ഫുള്ള് എന്ത് രസമല്ലേ കാണാൻ. അപ്പൊ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ പട്ടിയാണ് സീനായിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഉള്ള. കാണിച്ചരാ. കാര്യം മഞ്ഞ് മഞ്ഞ് ഓ സീരെ. ആ പട്ടികളുകൊണ്ടൊന്നും മര്യാദക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് കുരക്കുക. അത് ചിലപ്പോൾ നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മളിതിങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഒരു മലേൻ്റെ മുകളിൽ കയറി. ഒരു വില്ലേജാണ് ഇതിൻ്റെ ഉള്ളിലുള്ള. ഇവിടെ ടെൻ്റൊന്നും അടിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വിഷ്വൽ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഗൈസ് നമ്മൾ ആ മലയെല്ലാം കയറി ഇറങ്ങി. ചെറിയൊരു പ്രശ്നം പോലെ എനിക്ക് തോന്നി. അവന്മാർ ശരിയല്ലാന്ന് തോന്നി. അങ്ങനെ പിന്നെ അവിടുന്ന് നൈസായിട്ട് താഴോട്ട് ഇറങ്ങി. ഞാൻ താഴോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെന്തോ ഒരു മൊത്ത കിളിപോയ കളിയാണ് എല്ലാവരും. അപ്പോൾ രാത്രിയാവും തോറും പിന്നെ അവന്മാരെ മൂടൊക്കെ മൊത്തം ചേഞ്ച് ആവാൻ തുടങ്ങി. അങ്ങനെ നൈസായിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം മണാലി മാൾ റോഡിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടാണുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് പിന്നെ അവൻ്റെ ഒരു മഡ് ഹൗസ് ഉണ്ട്, ഹഡംബി ടെമ്പിൾ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അവൻ ലൊക്കേഷൻ ഇട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവനവിടെ ഇല്ല, പക്ഷെ അവിടെ ഒരു വേറൊരു ചങ്ങായി ഉണ്ട്. അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് അവിടെ സ്റ്റേ സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ അങ്ങോട്ടേക്ക് പോവാണ്. എന്തായാലും അതിന്റെ മലേന്റെ മുകളിൽ കയറിയപ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഗൈസ്. രക്ഷയില്ല. കാരണം അപ്പുറമൊക്കെ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഒന്നാമത് നോമ്പ് ഇറക്കാൻ സമയമായി. അപ്പോ അവന്മാരെല്ലാരും ഹിന്ദുക്കളാട്ടോ. അപ്പൊ എന്റെ പേര് സലാം എന്ന് പറഞ്ഞപ്പോ അവന്മാർക്കെല്ലാം കൂടി എന്തെല്ലാം മൂടെല്ലാം കൂടി മൊത്തം ചേഞ്ചായി. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഇവിടെ വന്നേ, പിന്നെ നീ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണോ, പിന്നെ അതേപോലെ തോക്കുണ്ടോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എന്നോട് ഫുള്ള് അവന്മാരെന്താ അടിച്ച് കിളി പോയിട്ട് എങ്ങനെ ഉള്ളതെന്ന് തോന്നുന്നത്. അങ്ങനെ അവിടുന്ന് നൈസായിട്ട് ഞാൻ അതും ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി. പിന്നെ ഇറങ്ങാൻ നേരത്തെ അവർക്ക് എന്റെ ചെയർ കണ്ടു നോക്കുമ്പോ അവർക്ക് ചെയർ എന്തായാലും പോണം. ചെയർ വിട്ടു തരുന്നേ ഇല്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞ എനക്ക് ഇങ്ങനെ ട്രക്ക് ചെയ്യുമ്പോൾ മടുത്തു കഴിഞ്ഞാൽ ഇരിക്കാൻ ഇതില്ലെങ്കിൽ ആവൂല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവിടുന്ന് ഞാൻ ചാടി അതും എടുത്തിട്ട്. പിന്നെ വരാൻ നേരത്തെ അവര് അടിപൊളിയായി നല്ല രീതിയിൽ ഹഗ്ഗും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ എന്താ പറയാ അടിപൊളിയാക്കിയിട്ട് എന്നെ വിട്ട്. പക്ഷെ അവര് പറഞ്ഞ ബൈ ഞാൻ ജസ്റ്റ് പ്രാങ്ക് ആക്കിയതാന്ന് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു തന്നെ. പക്ഷെ നമ്മളവിടെ നിന്ന സമയമുണ്ടല്ലോ മൊത്തം മൂടങ്ങ് മാറിപ്പോയി, എന്തോ ഒരു ഇതായിപ്പോയി. ഇനിയിപ്പോ നോമ്പ് തുറക്കാൻ സമയമായി, ഇപ്പൊ 6 മണിയായി. ഇനിയിപ്പോ ഇവിടെ പോയിട്ട് നോമ്പ് തുറന്നിട്ട് വേണം ഫ്രണ്ടിന്റെ റൂം മഡ് ഹൗസ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗായ്സ്, അങ്ങനെ നോമ്പൊക്കെ തുറന്ന് നമ്മള് ബ്രെഡ് പക്കോട എന്നാ ഇവിടെ എന്തോ പറഞ്ഞു, അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, അത് കഴിക്കാൻ വേണ്ടി പോവാ. പിന്നെ കുറച്ച് ബ്രെഡും ബിസ്ക്കറ്റൊക്കെ ബാഗിനകത്തുണ്ട്. ഇന്നത്തെ ഫുഡ് ഇതായിരിക്കും നൈറ്റ്. ഓക്കെ കുഴപ്പമൊന്നുമില്ല. 90 രൂപയാണ് 2 പീസിന്. ഇത് 2 പീസാണ്. ഇതൊരു പീസ് ഇതൊരു പീസ്. ഇത് കണ്ട, ഈ രണ്ടെണ്ണം ഒരു പീസ്, ഈ രണ്ടെണ്ണം ഒരു പീസ്. 90 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ വിഷന്നിരിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് കിട്ടുക എവിടെയാ അറിയോ? മാൾ റോട്ടില്, മണാലിയിലും മാൾ റോട്ടിലും. ഓക്കെ
ഗായ്സ് ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ, റൂമിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പൊ എന്റെ മഡ് ഹൗസിലേക്ക് ഇനി ഒരു 2 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഞാൻ കുറച്ച് സമയം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്തു. അപ്പോ ഇനി 2 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റമാണ് ഇതിങ്ങനെ കേറിയിട്ട്. അപ്പൊ ഇനി അങ്ങോട്ട് ആളും കാര്യങ്ങളും വെളിച്ചവും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും എന്നാ പറഞ്ഞത്. ഇനി ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോ ഇവിടുന്ന് അങ്ങ് നടന്ന് കയറാം. ഓക്കെ. അപ്പൊ ഗായ്സ് നടന്ന് മടുത്ത് ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുള്ളേ. ഇനി ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 300 മീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിന്റെ പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ നമുക്ക് ഇന്ന് സ്റ്റേ ചെയ്യാം. ഏകദേശം 4 കിലോമീറ്റർ 4.5 കിലോമീറ്ററിന്റെ മുകളിൽ ഞാൻ ഇപ്പൊ നടന്നു. അതിനകത്ത് 3 കിലോമീറ്റർ പക്ക 3 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റാ. ഞാൻ വരുന്ന വഴിക്ക് ഒരു ഇരുട്ടായിപ്പോയി. 2 സ്ഥലത്ത് മാത്രം ഒന്ന് ജസ്റ്റ് റെസ്റ്റ് എടുത്ത് എന്നിട്ട് സ്ട്രൈറ്റ് പിടിക്കുക. കാരണം അറിയാത്ത വഴി, മൊത്തം ഇരുട്ടാന്ന്, അവിടെ ഇവിടെയും കാട്. അയ്യോ മടുത്ത്. ഈ പ്രോപ്പർട്ടിന്റെ മുന്നിൽ ഏകദേശം ആ ലൈറ്റ് ഞാൻ അവിടെ കണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നതാ. കുറച്ച് റിലാക്സ് ആയിട്ട് മെല്ലെ കയറി പോവാം. പ്രോപ്പർട്ടി ഞാൻ കാണിച്ചുതരാം ഇവിടുന്ന്. ഇവിടുത്തെ ഒരു വ്യൂ ഞാൻ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചുതരാം. അപ്പൊ അതാണ് നമ്മളെ പ്രോപ്പർട്ടി വരുന്നത്. ആ നീലയും ഒരു മഞ്ഞ ലൈറ്റ്, ഓഫ് വൈറ്റ് ലൈറ്റ് വരുന്നില്ലേ, അതാണ് നമ്മളെ പ്രോപ്പർട്ടി. നമുക്ക് അവിടേക്ക് എത്തണം. അവിടേക്ക് എത്തണമെങ്കിൽ ഇതാ ഇതിലൂടെയാണ് വഴി. ഈ വഴി ഇങ്ങനെ കയറി പോണം. അപ്പൊ ഞാൻ ഇങ്ങൾക്ക് ഒരു സൂത്രം കാണിച്ചുതരാം. ഞാൻ ഇങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചുതരാം. വർത്താനമൊക്കെ പറയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അമ്മാതിരി തണുപ്പാ, ഒരു രക്ഷയില്ല. ഞാൻ ഇങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചുതരാം. മണാലിയിൽ വന്നിട്ട് നമുക്ക് ഫസ്റ്റ് ദിവസം തന്നെ മഞ്ഞ് കാണാൻ പറ്റിയില്ല എന്നുള്ള വിഷമമൊന്നുമില്ല എന്തായാലും, കാരണം മഞ്ഞ് കാണാൻ പറ്റി. ഇത് കണ്ട, ഇവിടുത്തെ മഞ്ഞൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇങ്ങനെ പോവാണെങ്കിൽ മേലോട്ട് കുറച്ച് മഞ്ഞുണ്ട്. ഇത് കണ്ട, മഞ്ഞാണ് കേസ്. നമുക്ക് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് കണ്ട, ഇത് മഞ്ഞാണ്. ഇതിലധികം കളിക്കുന്നില്ല കാരണം നമുക്ക് ട്രാവൽ ചെയ്യാൻ കുറേ ദിവസമുള്ളതുകൊണ്ട്, കസോളും കാര്യങ്ങളൊക്കെ കാണാനുള്ളതുകൊണ്ട് തന്നെ മഞ്ഞിനകത്ത് അധികം കളിക്കുന്നില്ല. അപ്പോൾ ഗൈസ് മെല്ലെ മേലോട്ട് കയറാം റൂമിലേക്ക്. അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ താഴെ വെച്ചിട്ടുള്ള, ബാഗും കാര്യങ്ങളൊക്കെ കുറച്ച് താഴെ എടുക്കണം. നേരെ അവൻ്റെ റൂം അവിടെ മഡ് ഹൗസിൽ പോകണം. മഡ് ഹൗസ് കേട്ടോ, മഡ് ഹൗസിൽ പോകണം, സ്റ്റേ അടിക്കണം. ഇതാണ് ഇന്നത്തെ പരിപാടി. ഇതാണ്ട് നമ്മളെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് മേലോട്ട് പോവാണ്, മേലോട്ട് കയറാൻ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതുണ്ടോ പോകുന്ന വഴിക്ക് ഇവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നത്. ഇതൊക്കെ മഞ്ഞാണ്. രാവിലെ ആകുമ്പോൾ നല്ല മഞ്ഞുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുണ്ടോ മഞ്ഞ കണ്ടില്ലേ? അയ്യോ, ഇതിനകത്ത് ഇനി അധികം കളിക്കുന്നില്ല, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അങ്ങനെ ഫൈനലി ഗൈസ് ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് പേര് കേട്ടോ, ലൂയിസ്ഡ് ഹോം സ്റ്റേ ലൂയിസ്ഡ് ലോക്കസ് ആൻഡ് കഫേ. ഓക്കെ, ഇപ്പോൾ മണാലി തന്നെ ഉള്ളതാണ്. സ്റ്റേയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം, ഞാൻ നമ്പർ കൊടുക്കാം. പകൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, മണാലി താഴത്തെ ടൗണാണ്, മണാലി ടൗൺ. നമുക്ക് മൊത്തം കവർ ചെയ്യാം ഇതിൻ്റെ മുകളിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ, കോൺടാക്ട് നമ്പർ ഞാൻ എന്തായാലും കൊടുക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. ഓക്കെ.